കേരള സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തുടരുന്നു. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള പോരാട്ടത്തിൽ 600 പോയിന്റ് കടന്ന് കുതിക്കുകയാണ് തിരുവനന്തപുരം. നീന്തൽ മത്സരങ്ങളിലും തിരുവനന്തപുരത്തിന്റെ ആധിപത്യമാണ്. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. നിതിൻ സേവ്യറാണ് ചേരുന്നത്. നിതിൻ, മഴ ഒരു തടസ്സമാകുന്നുണ്ടോ? നൗഫൽ, മഴ ചെറിയ തോതിൽ ഇൻക്ലൂസീവ് മത്സരങ്ങൾക്ക് അല്ലെ, പ്രത്യേകിച്ച് 100 മീറ്റർ ഫൈനലുകൾക്കും മിക്സഡ് റിലേ മത്സരങ്ങൾക്കുമൊക്കെ തടസ്സമായിരുന്നു. പക്ഷേ മഴയ്ക്ക് ശേഷം ഈ മത്സരങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്, അത് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നാളെ ഇത്തരത്തിൽ മഴ നിൽക്കുകയാണെങ്കിൽ, മഴ തുടരുകയാണെങ്കിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്കടക്കം അത് വലിയ വെല്ലുവിളി ഉയർത്തും. അതിന് പ്ലാൻ ബി കണ്ടിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മേളയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ 634 പോയിന്റുമായി തിരുവനന്തപുരമാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തിന്റെ തനി ആവർത്തനമാണ്. ഇത്തവണ നീന്തലിലെ മികവിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് 634 പോയിന്റുമായി നിൽക്കുന്നു. കണ്ണൂരിന് 377, കോഴിക്കോടിന് 293 പോയിന്റുമുണ്ട്. ഗെയിംസിലും തിരുവനന്തപുരം തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. അക്വാട്ടിക്സിലെ തിരുവനന്തപുരത്തിന്റെ മികവ് അത് തിരുവനന്തപുരത്തിനെ ഒരുപാട് മുമ്പിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ വലിയ ആധിപത്യം പോയിന്റ് പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ അക്വാട്ടിക്സിലെ സ്കൂളുകളിലെ ആദ്യ 5 സ്ഥാനങ്ങളും തിരുവനന്തപുരത്തെ സ്കൂളുകൾ തന്നെയാണ്. നാളെ അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കും. പ്രധാനപ്പെട്ട നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം അടക്കം പ്രധാനപ്പെട്ട ജില്ലകളൊക്കെ തന്നെ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങി എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്കൂളുകളും കോതമംഗലം ആർ ബേസിൽ, അടിയൽ, കടകശ്ശേരി, തിരുനാവായ, നാവമുകുന്ദ, തിരുനാവായ അടക്കമുള്ള എല്ലാ സ്കൂളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിൽ നാളെ മുതൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ കൂടി ആരംഭിക്കും. 100 മീറ്ററിന്റെ ഫൈനൽ മത്സരവും നാളെ തന്നെയാണ്. നൗഫൽ. യെസ്.